ഇനി വഹാബി പൗരോഹിത്യം അള്ളാഹുവിനെ പരിഹസിക്കുന്നത് കാണൂ. മുജാഹിദുകൾക്കെതിരെ വലിയൊരു ആരോപണം, മുജാഹിദുകൾ അള്ളാഹു ആകാശത്തിലാണ് വാദിച്ചു. മുജാഹിദുകൾ പറയുന്നത് അള്ളാഹു ആകാശത്തിലാണ്. മുജാഹിദുകൾ അള്ളക്ക് കൈയുണ്ട്, മുജാഹിദുകൾ അള്ളക്ക് കാലുണ്ട്, മുജാഹിദുകളുടെ അള്ളക്ക് അവയവങ്ങളുണ്ട്. അവന്റെ രണ്ട് കൈകളും വലതാണ്. ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫറായി പോയി. അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്, അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. ഫഖദ് കഫറ, അവൻ കാഫറായി പോയി. കുട്ടികൾ പന്തെറിയുന്നത് പോലെ അള്ളാഹു ഭൂമിയെ എറിഞ്ഞെറിയുന്നതാണ്. ഫഖദ് കഫറ, അവൻ കാഫറായി പോയി. കുട്ടികൾ പന്തെറിയുന്നത് പോലെ ഈ ആകാശങ്ങളെ അള്ളാഹു എറിയും. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ടെന്നോ ജഡമുണ്ടെന്നോ ശരീരമുണ്ടെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം എന്താ, ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തതുകൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണോ നിസ്കരിക്കുന്നത്? നിസ്കരിക്കുന്നവരുടെ തഖ്വയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ് അറബി അറിയാം, അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തുന്നില്ല. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തതുകൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവന്റെ പേര് മുജാഹിദിനോ മുൻജാഹിലിനോ? ഞാൻ പറഞ്ഞു മുൻജാഹിലാർന്ന, പഴയ ജാഹില്.